ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാട്ടോ. അപ്പോൾ ഈ പുട്ട് കയറ്റിയിട്ടാവാം ബാക്കി തള്ളൻ. അപ്പം ഇന്ന് പെരുന്നാളിൻ്റെ ഓഫാണ്. അപ്പം നാളെയാണ് ശരിക്കും പെരുന്നാൾ, പക്ഷേ നമുക്ക് ഇന്നാട്ടോ ഓഫ്. അപ്പം ഇത് കഴിച്ചിട്ട് വേണം ഇനി പുറത്തൊന്ന് ജസ്റ്റ് പോകാനുണ്ട്. വേറെ ഒന്നിനല്ല പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡ്രസ്സ് എടുത്തായിരുന്നു, അതൊന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള തയ്യൽ കടയിൽ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ബേസിക്കലി ഞാനൊരു തയ്യൽക്കാരിയാണെങ്കിലും ഇപ്പം എനിക്ക് തയ്ക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പം ഇവിടെ മെഷീൻ ഇല്ല. ഞാൻ ഹോസ്റ്റലിലല്ലേ, അപ്പം ഇനി മെഷീൻ എടുത്തിട്ട് വന്നിട്ട് വേണം ഇനി ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാനും. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയായി. അങ്ങനെ റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോകാനുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഇത് വേണമല്ലോ, ഇതാണല്ലോ കൊടുക്കേണ്ടത്. ഞാൻ ജയലക്ഷ്മി നാട്ടോ ഡ്രസ്സ് എടുത്തത്. ഇതാണ് ഞാൻ ഷേപ്പാക്കാൻ കൊടുക്കുന്നത്. അപ്പം ഈ ഡ്രസ്സ് ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. പുറത്ത് നല്ല വെയിലാട്ടോ. ഈ വീട്ടിലാണ് ഞാൻ എന്നും തയ്ക്കാൻ കൊടുക്കുന്നത്. പക്ഷേ അൺഫോർച്യുനറ്റ്ലി ഇന്നവിടെ ആളില്ല. അപ്പോൾ നമുക്ക് വേറെ തയ്യൽ കട തപ്പി നടക്കണം. അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ അലഞ്ഞു തിരിഞ്ഞു. നല്ല വെയിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് ക്ഷീണിക്കുകയും ചെയ്തു, ഒക്കെ നല്ലപോലെ ദാഹിക്കുകയും ചെയ്തു. അപ്പം ഞാൻ എന്താക്കി, ഈ കടയിൽ കയറിയിട്ട് ഒരു ലൈം ഓടിച്ചു. അങ്ങനെ ലൈമെല്ലാം കുടിച്ചിട്ട് പിന്നെയും അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നു. എന്നിട്ട് ഞാനൊരു സ്ഥലത്ത് കൊണ്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി, വിശാൽ മാർട്ടിലൊന്ന് കയറി ജസ്റ്റ് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു പായസം കുടിച്ചു. ഈ പായസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ IMG ജംഗ്ഷനിൽ ചേച്ചി നടത്തുന്ന കേട്ടോ. നല്ല പായസമായിരുന്നു. ഞാനങ്ങനെ ഈ പാർക്കിലിരുന്ന് അത് കഴിച്ചു. ഈ പാർക്കിലാട്ടോ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് കാക്കനാട് വന്നിട്ട് എപ്പോഴും വന്നിരിക്കുന്ന ഒരു പാർക്കായിരുന്നു ഇത്. പക്ഷേ ഇപ്പം അങ്ങനെ വരാറില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിൽ വന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഞാനിന്ന് കാസർഗോഡ് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഞാൻ റൂമിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും നന്നായിട്ട് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രമാത്രം വെയിലായിരുന്നു, നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പോയി കുളിച്ചു. അങ്ങനെ കുളിയെല്ലാം പാസ്സാക്കി തിരിച്ചു വന്നു. ഇനി എനിക്ക് എല്ലാം പാക്ക് ചെയ്യണം. ഞാൻ ഇപ്പോഴാണ് പാക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ പാക്കിംഗ് ഒക്കെ നടത്തുന്നു. അങ്ങനെ പാക്കൊക്കെ ചെയ്തു. ഇതാണ് എൻ്റെ 2 ബാഗ് സെറ്റാണ്. ഇനി ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് 10:35 ബസ് കാസർഗോഡേക്ക് പാണത്തൂരേക്ക്. പക്ഷേ ഞാൻ നേരത്തെ ഊബർ ബുക്ക് ചെയ്തു കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങാനും ആ സമയത്ത് കൃത്യം വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഈ KSRTC സ്റ്റാൻഡിൽ പോയിട്ട് ഇങ്ങനെ പട്ടി പോസ്റ്റായിട്ടിരിക്കണം, ബസ് വരുന്നവരെ കാത്തിരിക്കണം. അപ്പം ഇനി ബാക്കി കാസർഗോഡ് പോയിട്ടുള്ള വിശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ കൊട്ടാനും മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. അതുവരെയും ഇറ്റ്സ് മീ അഖില. ലവ് യു ഗൈസ്. ബൈ ബൈ.